ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ, പട്ടാമ്പി, വളാഞ്ചേരി, രാമനാട്ടുകര. പട്ടാമ്പി ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ആയുർവേദ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പട്ടാമ്പി ലയൺസ് ക്ലബ്ബും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ പട്ടാമ്പി ഏരിയയും സംയുക്തമായി പാലക്കാട് സൊലൈസിന്റെ സഹകരണത്തോടെയാണ് ഓട്ടിസം കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി ആയുർവേദ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ആയുർവേദ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഹരിദാസ് ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ കെ മനോജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ഗ്രാറ്റസ് കിഡ്സ് ഓട്ടിസം ആയുർവേദ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ എൻ ധീരജ് ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. ലയൺസ് ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ഇ കെ ബാബു, ഡോക്ടർ രജന ആസിഫ്, സൊലൈസ് ഭാരവാഹികളായ അനു സുരേഷ്, ലീന രവി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നിരവധി പേർ ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുത്തു. എത്രയും പെട്ടെന്ന് നമ്മളത് മനസ്സിലാക്കുന്നു, അതിന് എത്രയും പെട്ടെന്ന് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് സ്പീച്ച് തെറാപ്പിയെ കുറിച്ച് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം കൂടി പറയാം. ഒരു 4 വയസ്സായ കുട്ടിയാണ്. ആ കുട്ടി 2 വയസ്സിന്റെ സംസാരമേ ചെയ്യുന്നുള്ളൂ, 2 വാക്കുകൾ ചേർത്തിട്ടേ പറയുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കുട്ടിയോട് അങ്ങോട്ട് പറയേണ്ടതും അങ്ങനെയായിരിക്കും. ഓക്കെ, അല്ലാതെ ആ കുട്ടിയോട് വലിയ രാമായണം പോലുള്ള ഒരു വാചകം പറഞ്ഞിട്ട് ആ കുട്ടിക്ക് മനസ്സിലാവില്ല. ആ കുട്ടി പ്രോസസ് ചെയ്യുന്നത്, ആ കുട്ടിയുടെ ബ്രെയിനിൽ പ്രോസസ് ചെയ്യുന്നത് 2 പേരാണ്.